ഇവരെന്റെ അപ്പനും അമ്മയാ. എന്ത് കാര്യമായാലും ഇവരും കൂടി കേൾക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് എങ്ങനെ അധികം രഹസ്യങ്ങളുമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ രഹസ്യം പറയാനുണ്ട്. അത് ടോണിയോട് മാത്രമായിട്ട് പറയാനുള്ളതാ. പിന്നീട് നിങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. തൽക്കാലം എന്തായാലും കോൺഫിഡൻഷ്യൽ ആയിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കും. അതിനുവേണ്ടി മാത്രമാ ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നത്. ശരി, വാ പോയിട്ട് വരാം. വന്നോളൂ. ആഹാ, ഇത് കൊള്ളാലോ. വീടിനകത്തൊരു സ്വിമ്മിംഗ് പൂൾ. അലമ്പായിട്ട് കിടക്കുക. ഞാനിവിടെ വരുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. എന്താ കോൺഫിഡൻഷ്യൽ ആയിട്ട് പറയാനുള്ളത്? എനിക്കൊരു മകനുണ്ടായി. ടോണിയേക്കാൾ പ്രായം കുറവാ. കല്യാണം പോലും കഴിച്ചിട്ടില്ല. പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ചിലര് അങ്ങനെയാണല്ലോ ദൈവം വിളിക്കുന്നത്. നീ അവിടെ ജീവിച്ചത് മതി, ഇന്ന് പോരെ മോനെ. ഈ അടുത്ത കാലത്താണോ? ഇപ്പൊ 3.5-4 വർഷത്തോളമായി. ഓ, ഇത് ഇളയമോളായിരിക്കും അല്ലെ? മോളാണ് അഡോപ്റ്റ് ചെയ്തത്. ടോണിയുടെ മാരേജ് കഴിഞ്ഞല്ലേ? ഒരു തവണ. വൈഫ് ഡിവോഴ്സ് കിട്ടിയിട്ടില്ല, പക്ഷെ സെപ്പറേറ്റഡ് ആണ്. പിണങ്ങി പിരിഞ്ഞതാണോ? പിണങ്ങാതെ പിരിഞ്ഞു. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ അതുകൊണ്ട് ഫലമൊന്നുമില്ല. പിണങ്ങാൻ എന്തെല്ലാം കാരണങ്ങളുണ്ടാവും. ചതി, വഞ്ചന, രോഗം, സ്നേഹശൂന്യത. ഞങ്ങള് ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ പോയി. അവിടെ ഒരു പെണ്ണ് ഞങ്ങളുടെ നേരെ അട്ടഹസിച്ചുകൊണ്ട് പാഞ്ഞു വന്നു. എന്റെ കുഞ്ഞെവിടെ? എവിടെ എന്റെ കുഞ്ഞ്? ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ എന്താണ് സംഭവം എന്ന് തിരക്കിയപ്പോ ആ പെങ്കൊച്ചിന്റെ പ്രാന്താണ്. കാണാൻ സുന്ദരി, ഭർത്താവ് ഉപേക്ഷിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഭർത്താവ് ഉപേക്ഷിച്ച വിഷമത്തില് മനോരോഗിയായതാണെന്നാണ്. പക്ഷെ സംഭവം അങ്ങനെയല്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണ് പ്രഗ്നന്റ് ആയിരുന്നു. അത് ഹസ്ബൻഡ് അറിഞ്ഞു. പിന്നത്തെ കഥ പറയണ്ടല്ലോ. ആരെങ്കിലും എന്റെ ഭാര്യയായിട്ട് വെച്ചോണ്ടിരിക്കും. ഉപേക്ഷിച്ചു. ഇത് എവിടെ നടന്ന സംഭവം? ഏത് കാലത്ത്? സ്ഥലം തലയോല പറമ്പ് അല്ലേ മോളെ? ഈ അടുത്ത കാലത്ത് കൂടി വന്ന 3 മാസം. ഒരു കുടുംബം വളർന്നു പോയില്ലേ? രണ്ടുപേരുടെ ജീവിതം. എന്റേതും ഏതാണ്ട് അതുപോലെ ഒരു സ്റ്റോറിയാ. ഞാനും ചലിക്കപ്പെട്ടവന്. അതാണോ ഉപേക്ഷിക്കാൻ കാരണം? നമ്മൾ പുറമേ നോക്കുമ്പോ മാലാകയാണെന്ന് തോന്നും. നമ്മളില്ലെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടില്ലെന്ന് തോന്നിപ്പോ. കൈകോർത്ത് പിടിച്ചാ നടപ്പ്. ജോലിക്ക് പോയാ നാഴികയ്ക്ക് 40 വട്ടം വിളിക്കും. ഉണ്ടോ? ചായ കുടിച്ചോ? ഡ്രൈവ് ചെയ്യുമ്പോ സൂക്ഷിക്കണേ, നേരത്തെ വരണേ. വന്നാലോ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, തല മസാജ് ചെയ്ത് തരുന്നു, മീശ വെട്ടിത്തരുന്നു, താഴെ ട്രിം ചെയ്ത് തരുന്നു, കുളിച്ചിട്ട് വന്നാ തല തോർത്തി തരുന്നു, ഉണ്ടായിരുന്ന വായിൽ ഉരുള ഉരുട്ടി വെച്ചിരുന്നു. എന്താ പ്രകടനം, കുഞ്ഞിനെ നോക്കുന്നത് പോലെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഞാൻ എന്തൊരു ഭാഗ്യവാൻ, മഹാഭാഗ്യവാൻ. ഞാൻ മരിച്ചുപോയാ അവൾ എനിക്കൊരു ഈഫൽ ടവർ പണിയും. അവൾ മരിച്ചാ ഞാൻ അവൾക്കൊരു താജ്മഹൽ പണിയും. ഭൂലോക വീട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? പെറ്റിട്ട കുഞ്ഞിനെ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞിട്ടാ താലി കെട്ടാൻ തലകുനിച്ച് നിന്നതും കെട്ടിയവരെ കുഞ്ഞായി കരുതി നോക്കുന്നതും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതാണോ ഭാര്യ ഉപേക്ഷിക്കാൻ കാരണം? അത്രയും കാരണം പോരെ? അതിപ്പോ ആരാരും ഉപേക്ഷിക്കും. ഒരു കുറ്റവും പറയാനും. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. കുഞ്ഞിനെയും വെച്ചോണ്ട് കന്യകയാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റും? കല്യാണം നടത്താൻ പറ്റും? ആ കുഞ്ഞിനെ വല്ലയിടത്ത് എറിഞ്ഞു കളഞ്ഞതാണോ അതോ? അതറിയാഞ്ഞിട്ടാണോ വിഷമം? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പെൺകുട്ടിയല്ലേ, കുഞ്ഞിനെ കളഞ്ഞെന്നൊക്കെ പറയുമ്പോ അതിന് എന്നാ പറ്റിയെന്നൊക്കെ ആയിരിക്കും ചിന്ത. ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ ഒരു അത്രേ ഉള്ളൂ, ഒരാകാംക്ഷ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ അവളെ കല്യാണം കഴിച്ച ശേഷം വീട്ടുകാരെ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി. എങ്ങോട്ട് മാറ്റി? എന്താ പോയി ഏറ്റെടുത്ത് വളർത്തണോ? അല്ല, ഇതെങ്ങനെ ടോണി അറിഞ്ഞത്? അതോ, ഒരു വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ നാട്ടിലെത്തി. ഞാൻ ഗൾഫിലാ ജോലി ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഉടനെ അവൾ അവളുടെ വീട്ടിലോട്ട് പോയി. പത്തനാപുരം. കൊച്ചിനെ ഏൽപ്പിച്ച സ്ഥലത്ത് നിന്നപ്പോ കൊച്ചില്ല. വീട്ടുകാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അതിന് മറന്നേക്ക്, നിനക്ക് ഇനിയും പിള്ളേരുണ്ടാവും, അന്നേരം ഈ സ്നേഹമൊക്കെ അവർക്ക് കൊടുത്താൽ മതി. കഷ്ടം. എന്തോന്ന് കഷ്ടം? കൊതുക് കടിച്ചിട്ടല്ലോ കൊച്ചുങ്ങളുണ്ടാവുന്നേ. കഷ്ടം. ഈ രഹസ്യമൊക്കെ എങ്ങനെ അറിഞ്ഞു? ലീവ് കഴിഞ്ഞ് ഞങ്ങൾ ഗൾഫിലോട്ട് തിരിച്ചു ചെന്നപ്പോ മുതൽ അവൾക്ക് സന്തോഷമില്ല. എപ്പോഴും ആലോചന. ചൂണ്ടുവരലെല്ലാം മുടി ചുറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ പേര് വിളിച്ചാ ഞെട്ടിത്തെറിക്കും. ഭയങ്കര മറവി. ഫുഡ് ഉണ്ടാക്കിയാ ഒന്നിനും കൊള്ളത്തില്ല. ഒടുക്കം ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. എന്നിട്ട് അപ്പോഴാ സത്യം വിളിച്ചിട്ട് വരുന്നത്. പെണ്ണിന് വട്ടാണ്. കൊച്ചിനെ കാണാത്തതിന്റെ ആദ്യം വീട്ടുകാർ കൊന്നു കളഞ്ഞു എന്നുള്ള പേടി. അവര് കൊന്നോ? ആർക്കറിയാം. ഞാൻ തലയ്ക്ക് വെള്ളടി വെട്ടിയ മാതിരി ഞെട്ടിപ്പോയി. എന്നെ വലിച്ചേറി നിലത്തിട്ടാ. ഞാനിതുപോലെ തകർന്നു പോകത്തില്ല. നമ്മളിങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് കൊഞ്ചിച്ച് ലാളിച്ച് പൊന്നുപോലെ കൊണ്ടു നടന്ന സാധനം വെറും കരിക്കട്ട. എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നിയിട്ട് വയ്യ. ഇടിക്കട്ട എടുത്ത് ഒരു 500 തവണ നെഞ്ചത്തടിക്കാൻ എനിക്ക് തോന്നി. എന്നാ തീരോ ആ വിഷമം? ഏറ്റൊരു വിധി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങള് പറയാനുണ്ടെന്ന് പറഞ്ഞ എന്താ? ടോണിയുടെ മൂഡ് മാറി, ഞങ്ങളുടെ മൂഡ് പോയി. അതുകൊണ്ട് നമുക്ക് വേറെ ദിവസം സംസാരിക്കാം. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. വേണ്ട ടോണി, ടോണിയുടെ മുഖത്ത് നോക്കി എനിക്കൊന്നും പറയാൻ തോന്നണില്ല. നമുക്ക് പോവാൻ മോളെ. ഞങ്ങള് പോട്ടെ, ഇനിയും കാണാം. ഇപ്പൊ പരിചയമായല്ലോ. ആരുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. ഇത് സന്തോഷം വിൽക്കുന്ന വീടല്ലായിരുന്നു. നീ വണ്ടി എടുക്ക. ഇറങ്ങുന്നില്ലേ രണ്ടുപേരും? നമ്മുടെ വീട്ടിലെത്തി. നീ ഇറങ്ങിയോ? ഇല്ലല്ലോ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. വെറുതെ പോയിട്ട് വെറുതെ പോന്നു അല്ലെങ്കില്? പിന്നെ ടോണിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പറഞ്ഞായിരുന്നു? പ്രത്യേകിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഷെറിനെ കല്യാണം കഴിച്ചവൻ ആരാണെന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലേ? ഓ, അത് വലിയ കേമമായിപ്പോയി. കുഴപ്പമില്ല, പരിചയമായല്ലോ. ഇനിയിപ്പം ധൈര്യമായിട്ട് കേറി ചെല്ലാലോ. എന്തിന്? ടോണി ചേട്ടനെ പിടിച്ച് നമുക്ക് ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിന്റെ അടുത്ത് എത്താലോ. നടക്കും. നടത്തണം. ഒറ്റ കാര്യത്തിലേ ഉള്ളൂ സംശയം. കുഞ്ഞിനെ അവര് മാറ്റിയതാണോ അത് ആർക്കെങ്കിലും കൊടുത്തതാണോ? കൊല്ലാനായിരുന്നെങ്കിൽ അവരത് പണ്ടേ ചെയ്തേനെ. കൊടുത്തതാവാനാണ് സാധ്യത. താങ്ക് യു. സൂപ്പർ 90യാ. ഇത് കുടിച്ചാലേ തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, കാലുകടച്ചിൽ എല്ലാം മാറിയിട്ട് ഹൃദയസ്തംഭനം വരും. ഹൃദയസ്തംഭനം? ഹൃദയസ്പന്ദനം. ഇപ്പൊ ശരിയായോ? മാറിയില്ലേ കാലുവേദന? ഞാൻ തൈലം പുരട്ടി മസാജ് ചെയ്തിട്ട് ആവി പിടിച്ചിട്ട് പോയതാണല്ലോ. നീ ആ കാല് എന്തൊരാശ്വാസം. മനുഷ്യന്റെ കാലും തലയും തടവിയ ഇത്രയും സുഖം കിട്ടുന്ന വേറൊരു സ്ഥലവും ഇല്ല അല്ലേ? നീ പോയ കാര്യം പറ. അങ്കിളൊന്നും പറഞ്ഞില്ലേ? ഏതാണ്ടൊക്കെ പറഞ്ഞു. നീയും കൂടെ പറഞ്ഞാലേ ശരിയാ. ശരി,
പറഞ്ഞോളെ. ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. അപ്പോഴാ സത്യം വിളിച്ചിട്ട് വരുന്നത്. പെണ്ണിന് വട്ടാണ്. കൊച്ചിനെ കാണാത്തതിന്റെ ആദി. വീട്ടുകാർ കൊന്നു കളഞ്ഞോ എന്നുള്ള പേടി. അവിടെ ഒന്ന് നിന്നേ. നിങ്ങള് കഴിഞ്ഞ ദിവസം വന്നേച്ച് പോയതല്ലേ? അതെ, എന്തിനാ പിന്നെ വന്നേക്കുന്നേ? ഈ വീട്ടുകാരെ കാണാനാണ്. അന്ന് കണ്ടില്ലായിരുന്നോ? എല്ലാരെയും കാണാൻ പറ്റിയില്ല. രേവതിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആ. ഉണ്ട്. ആ, അതിനെ അന്ന് കാണാൻ പറ്റിയില്ല. അതിപ്പോ കോളേജ് ചേർന്ന് പഠിക്കുക. ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്. അത്രയും മതി. രേവതി കുട്ടിയുടെ ആരാ? ആ പെണ്ണിനെ അന്വേഷിച്ചു വരാനൊന്നും ആരുമില്ലല്ലോ. അനാഥയല്ലേ? അത്രയ്ക്കനാഥയല്ല. ബാക്കി ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് വന്നു. ആരാ ആന്റി? അതെ, ഞാൻ നോക്കിക്കോളാം. നീ പോയി രേവതിക്കുട്ടി, ഉം? രേവതിക്കുട്ടി, എന്താ ആന്റി? നീ ഇപ്പൊ ഹാളിലേക്ക് വര കേട്ടല്ലോ. ഞാൻ വിളിച്ചിട്ട് മാത്രം വന്നാ മതി. ആരാ വന്നത്? മുമ്പ് ഒരു ദിവസം നിന്നെ തിരക്കി വന്ന ആളാ. ആണോ? നമുക്കറിയത്തില്ല തട്ടിപ്പുകാരനാണോ പെൺവാണിപ്പുകാരനാണോ. ഓരോ കള്ളന്മാരും ഓരോ വേഷം കെട്ടി വരും. അങ്ങനെ വേഷം കെട്ടി വന്നിട്ട് എന്തിനാ? എടി മോള്, നിനക്ക് അറിയാൻ മേലഞ്ഞിട്ടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ കോളേജിൽ പോകുന്നുണ്ടല്ലോ. നീ കാണാൻ ഭംഗിയുള്ള പെണ്ണായതുകൊണ്ട് പലരും ശ്രദ്ധിക്കും. ഏതായും കൊള്ളാലോ, എവിടുന്നാ ഇവള് വരുന്നത്, എവിടെയാ വീട്. താല്പര്യം ഒത്തു വരുമ്പോ അവരന്വേഷിച്ചിറങ്ങും. ആദ്യം നീ താമസിക്കുന്ന വീട് കണ്ടുപിടിക്കും. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങള് ഓട്ടോക്കാരോടോ അടുത്ത കടക്കാരോടോ അയൽക്കാരോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോഴാണ് അവരറിയുന്നത് നീ കുറച്ചു മാസേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ടെന്ന്. ദേ, പിന്നെയും കോളിംഗ് ബെൽ. തുറക്കാം, അവിടെ നിൽക്ക്. അങ്ങനെ നിന്നെ പറ്റി അവര് മനസ്സിലാക്കും. ഓർഫനാണ്, കഴക്കൂട്ടത്തുനിന്ന് ദത്തെടുത്തതാണ് എന്നൊക്കെ. അപ്പൊ അവരെന്ത് ചെയ്യും? എന്ത് ചെയ്യും? നിന്റെ അച്ഛനാണ്, മുത്തശ്ശനാണ്, ആങ്ങളയാണ്, അമ്മാവനാണ് എന്നൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. സ്നേഹമൊക്കെ അഭിനയിക്കും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോവും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലേ? ഉണ്ടോന്നോ? നമ്മൾ മനുഷ്യരൂപത്തിൽ കാണുന്നവരെല്ലാം മനുഷ്യരാണെന്ന് കരുതരുത്. കുറച്ച് പിശാചുകളുണ്ട്, കുറച്ച് മൃഗങ്ങളുണ്ട്, കുറച്ച് വിഷജന്തുക്കളുണ്ട്. ഇതിനെല്ലാം ഇടയ്ക്ക് കുറച്ച് നല്ല മനുഷ്യരുണ്ടായെന്നേ ഉള്ളൂ. ഞാൻ ചെല്ലട്ടെ. പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. എന്നാ കിച്ചണിലുണ്ട്. എന്നെ മനസ്സിലായില്ലേ? രമേശൻ നായർ. ഞാനിവിടെ വന്ന ഓർമ്മയില്ലേ? നല്ല ഓർമ്മയുണ്ട്. പിന്നെ എന്തിനു വന്നെന്നാ മനസ്സിലാവാത്തെ? പറയാം. ഞാൻ പ്രായം ചെന്ന ഒരു മനുഷ്യനല്ലേ. നിങ്ങളെ പോലെ തന്നെ മാന്യമായിട്ട് ജീവിക്കുന്നവനാ. കള്ളുകുടിയനോ ആഭാസനോ ഒന്നുമല്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളാം. കേറി വാ. നേരം എടുത്തല്ലേ ഉള്ളൂ. ഇത്രയും രാവിലെ എവിടുന്ന് വരുന്നു? അല്ല, കിളിമാനൂരിന്ന് എറണാകുളത്ത് വരണമെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും വേണ്ടേ? ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്ന് ഹോട്ടലിൽ റൂം എടുത്ത് കിടന്നു. ഇവിടെ അതിരാവിലെ എത്താൻ വേണ്ടിയാ. അല്ലെങ്കിൽ നിങ്ങൾ പല വഴിക്ക് പോയെങ്കിലോ. വേറൊരാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മാഡത്തിന്റെ ഭർത്താവ്. എണീറ്റിട്ടില്ല, കാല് വേദനിച്ച് കിടക്കുക. കടച്ചിലും കോച്ചിപ്പിടുത്തു. അതിന് പറ്റിയൊരു വൈദ്യൻ കിളിമാനൂരുണ്ട്. ഏതൊരു വാദവും പുള്ളിക്കാരൻ. ചികിത്സിക്കാൻ വന്നൊന്നും അല്ലല്ലോ. വന്ന കാര്യം പറഞ്ഞേക്കാം. ഒന്നിരുന്നോട്ടെ. സോറി, ഇരിക്കുന്ന കാര്യം പറയാൻ മറന്നു. ഇരുന്നോളൂ. ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. എനിക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. തെങ്ങും പറമ്പും വയലും റബ്ബർ തോട്ടവും ഒക്കെയുണ്ട്. നല്ല 1-ാം തരം വീടുണ്ട്. വയസ്സ് 79 ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? മനുഷ്യൻ കള്ളം പറയുന്നത് എന്തെങ്കിലും തട്ടിയെടുക്കാൻ വേണ്ടിയാണല്ലോ. എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറയായിരുന്നു. സമ്മതിച്ചു. പിന്നെ എന്തിനാ വന്നേ? ഞാൻ പിന്നെയും കഴക്കൂട്ടത്ത് പോയി അന്വേഷിച്ചായിരുന്നു. അതിന് 36 വയസ്സുണ്ടെന്ന് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞാൽ 18 കഴിഞ്ഞാലേ ഉള്ളൂ. ഞാൻ തിരികെ ചെന്ന് എന്താ പറയേണ്ടത് എന്റെ മകനോട്? നിങ്ങളുടെ ഫോൺ നമ്പർ അഡ്രസ് തന്നിട്ട് പൊക്കോ. അവകാശം പറയാനോ വിട്ടുതരണമെന്ന് പറയാനോ അല്ല. മരിക്കുന്നതിന് മുമ്പ് അവനൊന്ന് കാണാൻ വേണ്ടി മാത്രമാ.